ഒരു ഭവനത്തിൽ രണ്ട് കള്ളന്മാർ കടന്നു വന്നു. അവർ രണ്ടുപേരും അവിടെ മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. സൗണ്ട് കേട്ട് വീട്ടുടമ പെട്ടെന്ന് ചെട്ടി എഴുന്നേറ്റു. അദ്ദേഹം വളരെ ശബ്ദമുണ്ടാക്കിയപ്പോൾ രണ്ട് കള്ളന്മാരും പേടിച്ചോടുകയുണ്ടായി. അതിൽ ഒരുവൻ ഭയങ്കര ശരീരമുള്ളവനായതുകൊണ്ട് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് അവന് പെട്ടെന്ന് ഓടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരുവൻ ഹല്ലേലൂയ നല്ല ആക്റ്റീവായിരുന്നവനായതുകൊണ്ട് അവൻ പെട്ടെന്ന് ഒളിച്ച വഴികളിലൂടെ എല്ലാം ഓടി രക്ഷപ്പെട്ടു. തളർക്കപ്പെട്ട ഹല്ലേലൂയ കള്ളനെ ഒരു 30 മിനിറ്റ് കൊണ്ട് പിടിക്കപ്പെട്ടു. ആരോഗ്യവും ഹല്ലേലൂയ കൂർമ്മ ബുദ്ധിയും ഉണ്ടായിരുന്നതുകൊണ്ട് ഇടവഴി കൂടെ കയറി കൂടുതൽ ഓടിയവനെ പിടിക്കാൻ 1 മണിക്കൂർ എടുത്തു. ഈ രണ്ട് കള്ളനും ചെയ്ത തെറ്റൊന്നു തന്നെ. എന്നാൽ പോലീസ് ആരെയാണ് കൂടുതൽ ഹല്ലേലൂയ ശിക്ഷ വിധിക്കുന്നത്? ആദ്യം പിടിക്കപ്പെട്ടവനോ ലാസ്റ്റ് പിടിക്കപ്പെട്ടവനോ? കൂടുതൽ പോലീസിനെ ഓടിക്കുന്നവനാണ് കൂടുതൽ ശിക്ഷ ലഭിക്കുക. ദൈവമക്കളുടെ ജീവിതത്തിലും ഇത് തന്നെ എത്ര സംഭവിക്കുന്നത്. വചനം കേട്ട് രൂപാന്തരപ്പെടുവാൻ താമസിക്കുന്നവർ കൂടുതൽ ശിക്ഷയ്ക്ക് അർഹരാകപ്പെടുന്നു. പെട്ടെന്ന് മുട്ടുമടക്കി ക്ഷമയാചിക്കുന്നവനെ വിടുവിക്കപ്പെടുന്നു എന്ന് കാണുവാൻ കഴിയുന്നു.